ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 5 തന്നെയാണ്, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിലെ അടുത്ത ഒരു ടോപ്പിക്കാണ്. തിയറി ഭാഗം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്? അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്താണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്? ഉദാഹരണത്തിന് ഒന്നാമത്തെ ഒരു കേസ് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അതുപോലെ തന്നെ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയുണ്ട്. ഈ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിൻ്റെ 70% ഷെയർ എന്ത് ചെയ്യാൻ പോവാണ്? ഷെയർ വാങ്ങാൻ പോവാണ്, അക്വയർ ചെയ്യാൻ പോവാണ്. എന്നാണ് അക്വയർ ചെയ്യുന്നത്? അക്വയർ ചെയ്യുന്നത് ഈ ഒരു 1/4/2025 ഓക്കെ. ഈ 1/4/2025 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വർഷത്തിൻ്റെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് സമയത്ത് കമ്പനീനെ വാങ്ങുന്ന സമയത്ത് കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റിൽ ഒരു പ്രോഫിറ്റ് എമൗണ്ട് കിടക്കുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു ബാലൻസ് 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഈ പ്രോഫിറ്റ് കമ്പനീനെ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ആണല്ലോ. ഈ പ്രോഫിറ്റ് നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റും. ഇതിപ്പം ഈ ഒന്നാമത്തെ എക്സാമ്പിളിൽ പ്രോഫിറ്റ് ഏതാണ്? വർഷത്തിൻ്റെ അവസാനത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആദ്യത്തിൽ വെച്ചിട്ടോ ആയതുകൊണ്ട് നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യൽ സിമ്പിളാണ്. ഇനി മറ്റൊരു സന്ദർഭം, ഇതേപോലെ തന്നെ എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ പർച്ചേസ് ചെയ്യാണ്. ഇവിടെ ഡേറ്റ് നോക്കുമ്പം 1/4/2025 ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രോഫിറ്റ് 1,00,000 രൂപ ഉണ്ട്. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. എന്നാൽ ഈ കമ്പനിനെ ഇത് പർച്ചേസ് ചെയ്യുന്നത് എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ അക്വയർ ചെയ്യുന്നത് 31/7/2025 ആണ്. ഓക്കെ, ഇവിടെ വെച്ചിട്ടല്ല, ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പീരിയഡിലുള്ള പ്രോഫിറ്റും കൂടി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. ഈ 1,00,000 പുറമെ ഈ ഒരു പീരിയഡിലുള്ള പ്രോഫിറ്റും കൂടി എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഏരിയയിൽ വരെയുള്ള പ്രോഫിറ്റ് എത്രയെന്ന് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാ ക്വസ്റ്റ്യനിൽ തന്നത് ഈ ഒരു പീരിയഡിൻ്റെ മൊത്തം തന്നിട്ട് ഇതൊന്ന് പ്രീ അക്വിസിഷൻ കാണാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഉദാഹരണത്തിന് ഈ ഒരു വർഷത്തെ മുഴുവൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,60,000 രൂപയാണ്. 1,60,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പീരിയഡിലുള്ള പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും കൂടെ ഈ 1,00,000 ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ കാണുക? ഒന്നുമില്ല, 1,60,000 എന്ന് പറഞ്ഞാൽ 12 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തല്ലേ. അപ്പോൾ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഈ ഏപ്രിൽ 1 മുതൽ ഈ പീരീഡ് വരെയുള്ള കാലയളവ്, അത് പ്രീ അക്വിസിഷൻ പീരീഡ് ആണല്ലോ. 1/4/2025 മുതൽ 31/7 ആ ഡേറ്റ് നോക്കുക. ഏപ്രിൽ മാസം മുഴുവൻ, മെയ് മാസം മുഴുവൻ, ജൂൺ മുഴുവൻ, ജൂലൈ മുഴുവൻ, 4 മാസമുണ്ട്. അപ്പോൾ 1,60,000 × 4 / 12 ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത്? എത്ര കിട്ടുക? 1,60,000 / ആ എമൗണ്ട് ആയിരിക്കും നമ്മുടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എത്ര ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരിക? 1/4 ആണ് വരിക. അപ്പോൾ എത്ര വരിക അല്ലേ? സിമ്പിളല്ലേ കാൽക്കുലേറ്റ് ചെയ്യൽ? 1/4 വരുമ്പം 1,60,000 × 4 / 12 എത്ര? 53,333 രൂപ വരും. 53,333 രൂപ. ഇത് മാത്രമാണോ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്? ഈ എമൗണ്ടും ഉണ്ട്, ഈ എമൗണ്ടും ഉണ്ട്. ഓക്കെ. ഇനി ക്വസ്റ്റ്യനിൽ ചില സമയത്ത് ഇങ്ങനെ തരാൻ സാധ്യതയുണ്ട്. അതായത് ഇതേ എക്സാമ്പിൾ എടുക്കുക. അപ്പോൾ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4/2025 പ്രോഫിറ്റിലെ ബാലൻസ് 1,00,000 രൂപയാണ്. 1,00,000 രൂപയാണ്. എന്നിട്ട് ഇതിനെ അക്വയർ ചെയ്തത് എന്നാണ്? ഇതിനെ അക്വയർ ചെയ്തത് 31/7/2025 തന്നെയാണ്. പക്ഷേ 31/3/2025 ആയപ്പം കമ്പനീൻ്റെ പ്രോഫിറ്റ് 2,40,000 രൂപ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? ഇപ്പം 1,00,000 ഉണ്ട്. ഇപ്പം നിലവിലുള്ള പ്രോഫിറ്റ് എത്ര? 1,40,000. ഇങ്ങനെ ആകുമ്പോൾ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാണുക? സിമ്പിളാണ്. ഈ 1,00,000 ഓൾറെഡി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അതിന് ശേഷം നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള എത്ര? 1,40,000 ഉണ്ട് അല്ലേ? 2,40,000 ഉണ്ട്. അത് മൊത്തം ബാലൻസ് അല്ലേ? ഈ ഒരു വർഷത്തിനിടയിൽ നേടിയതല്ലല്ലോ. 2,40,000 ഇപ്പോൾ ബാലൻസ് ഉണ്ട്. ആദ്യം ഇത്രയുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് 1,40,000 ×
4/12 ചെയ്യുക. അപ്പോൾ 1,40,000 ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ എങ്ങനെ കിട്ടുക? 1,40,000 എന്ത് ചെയ്യണം? /12 × 4 എത്ര? 46,667. അപ്പം 1,00,000 ഓൾറെഡി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. പിന്നെ 46,667 1,46,667 വരും. ഇവിടുത്തെ കേസിൽ എത്രയായിരുന്നു? ഈ 1,00,000 ഈ 53 ചേർത്ത് 1,53,333 രൂപ വന്നു. ഇതാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. തിയറി പറഞ്ഞിട്ടില്ല അല്ലേ? ഇപ്പം ഇതിൻ്റെ കൺസെപ്റ്റാണ് പറഞ്ഞത്. ഞാൻ ഇത്ര വിശദീകരിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ടൈം ഒരുപാട് മിസ്സാവുണ്ടോ എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ടൈം എടുത്തത്. നോക്കാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഷെയർസ് ആർ അക്വേർഡ് അറ്റ് ദ ക്ലോസ് ഓഫ് ഇയർ it is easy to known as exact amount of reserve shown as credit in the subsidiary is balance sheet. സബ്സിഡിയറി ആയിട്ടുള്ള നമ്മുടെ എക്സാമ്പിൾ എന്തായിരുന്നു? ബീൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള പ്രോഫിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ഇഫ് ദ പാരൻറ്റ് അക്വയർ ദ ഷെയർ അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ഇയർ ദെൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ അസംഷൻ ദാറ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ അക്വേർഡ് ഈവൻലി ത്രൂ ഔട്ട് ദ ഇയർ. ഈ ത്രൂ ഔട്ട് ദ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് ഈവൻലി ത്രൂ ഔട്ട് ദ ഇയർ എന്ന് പറഞ്ഞാൽ ഓരോ വർഷം ഓരോ മാസം ഒരേ പ്രോഫിറ്റ് കണ്ടു എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സാക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാതെ ഇങ്ങനെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അക്വിസിഷൻ ഡേറ്റ് വരെയുള്ള പ്രോഫിറ്റിനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ഇനി എക്സാമ്പിൾ 1 നോക്കാം. On 1st April 2025, subsidiary limited has 90,000 as surplus in the balance sheet. ബാലൻസ് ഷീറ്റിൽ എത്ര സർപ്ലസ് ഉണ്ട്? 90,000 സർപ്ലസ് ഉണ്ട്. While 31st March 2026 ബാലൻസ് എത്രയായി മാറി? 1,50,000 മാറി. അപ്പോൾ തുടങ്ങുമ്പോൾ 90,000 ഉണ്ട്, ക്ലോസ് ചെയ്യുമ്പോൾ 150 ഉണ്ട്. അതിനർത്ഥം എന്താ? 60,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? പുതുതായിട്ട് പ്രോഫിറ്റ് ഈ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. എച്ച് അക്വേർഡ് 80% ഓഫ് ഷെയർസ് ഓഫ് ബി ലിമിറ്റഡ്. ബി ലിമിറ്റഡിൻ്റെ 80% ഷെയർ എച്ച് അക്വയർ ചെയ്തിട്ടുണ്ട് എന്ന് 1/2025. അതായത് 1/2025 എന്ന് പറഞ്ഞാൽ ഏതാ? ഏപ്രിൽ 1-ന് 90,000 ഉണ്ട്. അതിന് ശേഷം 1/7 എന്ന് പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞു. ഏപ്രിൽ മെയ് ജൂൺ 3 മാസം കഴിഞ്ഞു. ഡിറ്റർമിൻ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓൾറെഡി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഓൾറെഡി 90,000 ഉണ്ട്, അത് നമുക്കറിയാം. അതിന് പുറമെ ഇതിൻ്റെ രണ്ടും ഡിഫറൻസ് ആയിട്ടുള്ള 60,000 എന്ന് പറയുന്നതാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഇത് മുഴുവൻ എന്താണ്? ആ ഒരു പീരിയഡിലെ പ്രോഫിറ്റാണ്. അതിൽ 1/7/2025 വരെയുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണത്? കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. ഓക്കെ, ഇവിടെ ഇതാണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ ഞങ്ങൾ. അപ്പം 1/7/2025 ഈ വീഡിയോ എന്ത് ചെയ്യുന്നത്? ഈ കമ്പനീനെ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ 60,000 എന്ന് പറഞ്ഞാൽ ആ ഒരു വർഷത്തിന് മുഴുവനുള്ള പ്രോഫിറ്റാണ്. അതിൽ 12 മാസത്തെ പ്രോഫിറ്റിനെ 3 മാസത്തേക്ക് എടുത്തു കൊടുക്കുക. 12 മാസത്തെ പ്രോഫിറ്റാണ് ടോട്ടൽ. അത് 3 മാസത്തേക്കുള്ള പ്രോഫിറ്റ് എത്ര വരും? 60,000 ഡിവൈഡ് ബൈ 12 എന്ന് പറഞ്ഞാൽ 5,000 വരും. 5,000 × 3 എന്ന് പറഞ്ഞാൽ 15,000 ആണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. ഇനി ഈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് മുഴുവൻ എന്താണ്? എന്താണ് ഈ എച്ച് ലിമിറ്റഡിനുള്ളതാണോ? അതൊരിക്കലില്ല. ഇത് രണ്ടു കൂട്ടർക്കുള്ളതാണ്. ആ 15,000-ൽ എച്ചിൻ്റെ ഷെയർ എത്ര? എച്ച് ഇതിൽ കമ്പനിന് എത്ര ശതമാനമേ വാങ്ങുന്നുള്ളൂ? 80% വാങ്ങുന്നുള്ളൂ. അപ്പോൾ എച്ചിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ 15,000 × 80 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന സംഖ്യ എത്രയാണോ അതാണ് വരിക. ഇതാണ് ഇവിടെ കാൽക്കുലേഷൻ ഉള്ളത്. 90,000 അതിൽ പ്രോഫിറ്റ്, ഈ വർഷത്തെ പ്രോഫിറ്റ് എത്ര? 60,000. അപ്പോൾ എച്ചിൻ്റെ പ്രോഫിറ്റ്, ഇത് പ്രോഫിറ്റ് ടോട്ടൽ 15,000 വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ അനുസരിച്ച് 15,000 ഈ വർഷത്തതും കഴിഞ്ഞ വർഷത്തെ 90,000 ചേർത്തിട്ട് 1,05,000 ആണ് എന്ത് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ 1,05,000-ൽ നിന്നും 1,05,000-ൽ 80% ആരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്? എച്ചിൻ്റെ ഷെയർ എന്ന് പറയുന്നത്. അത് 84,000 ആണ്. അത് 90,000-ലും 80% ഉണ്ട്. അതേപോലെ തന്നെ പുതിയ 15,000-ലും 80%. ഇത്രയല്ലേ കമ്പനിക്ക് കിട്ടാൻ അർഹതയുള്ളൂ. കാരണം അത്ര ഷെയറല്ലേ മറ്റേ കമ്പനി വാങ്ങിയിട്ടുള്ളൂ. 80% ഷെയറല്ലേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ വിഹിതമല്ലേ കിട്ടുള്ളൂ. അതാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. ഇനി 100% അക്വയർ ചെയ്താണെങ്കിൽ പിന്നെ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടതില്ല? ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ.
ഇത്രയൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിനെ പറ്റി പറയുന്നുണ്ട്. പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനും കാണാൻ നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്കറിയാം ടോട്ടൽ പ്രോഫിറ്റ് 60,000 ആയിരുന്നു. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 60,000 അപ്പോൾ ആ 60,000 ടോട്ടൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ പ്രീ അക്വിസിഷൻ 15,000 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 45,000 എന്താണ്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അത് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയും കാണാം, 60,000 എന്ന് പറഞ്ഞത് 12 മാസത്തെ പ്രോഫിറ്റാണ്. അപ്പം എന്താണ്, ജൂലൈ മുതൽ അങ്ങോട്ട് എത്ര മാസമുണ്ട്? 9 മാസമുണ്ട്. അപ്പോൾ 9/12 ചെയ്താൽ കിട്ടുന്നതും ഈ 45,000 ഇങ്ങനെയും ആ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാണാൻ പറ്റും. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെ കാണുക എന്നുള്ളത് ആണ് അടുത്തൊരു ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. എ ലിമിറ്റഡ് അക്വയർ 75% ഓഫ് ബി ലിമിറ്റഡ്. എ ലിമിറ്റഡ് 75% അക്വയർ ചെയ്ത്. എന്നാ ഡേറ്റ്? 31/7/2025. ബി ലിമിറ്റഡിന് അക്വയർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ബി ലിമിറ്റഡ് ഹാഡ് സർപ്ലസ് ഓഫ് 2,30,000 ഓൺ 1/4/2025. അപ്പോൾ 1/4/2025 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 2,30,000 ഉണ്ട്. ടോട്ടൽ സർപ്ലസ് 31/3/2026 3,20,000 ഉണ്ട്. അപ്പോൾ എത്രയാണ്? കഴിഞ്ഞ വർഷം തുടങ്ങുമ്പോൾ 2,30,000 ഉണ്ട്, ഇപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ 3,20,000 ഉണ്ട്. അപ്പോൾ ഈ വർഷം കിട്ടിയ പ്രോഫിറ്റ് എത്ര? 90,000 രൂപയാണ്. ഈ 90,000 എന്തുണ്ട്? പ്രീ അക്വിസിഷനും ഉണ്ട്, പോസ്റ്റ് അക്വിസിഷനും ഉണ്ട്. കാരണം എന്താ, ഈ കമ്പനിനെ അക്വയർ ചെയ്യുന്നത് 31/7/2025 ജൂലൈ മാസത്തിലല്ലേ. അപ്പോൾ ആ ഒരു കാലയളവ് വരെയുള്ള പ്രോഫിറ്റ് എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റാണ്. അതിനുശേഷമുള്ള പോസ്റ്റ് അക്വിസിഷനും പ്രോഫിറ്റുമാണ്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വളരെ സിമ്പിൾ അല്ലേ. ഈ 90,000 എടുക്കുക. ആദ്യം നമുക്കറിയാം ഈ 2,30,000 എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഉണ്ട്, അത് മറന്നു പോകരുത് കേട്ടോ. അതിന് പുറമെ പിന്നെ ഈ 90,000, ഈ 90,000 ജൂലൈ 31 വരെ 4 മാസമുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ 30,000 കൂടെ എന്താണ്? പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 2,60,000. ഈ 2,60,000 ഇയാളുടെ ഷെയർ എത്ര? അതും കൂടെ നോക്കുക. ഇവരുടെ ഷെയർ അതിൽ 75%. അതെത്ര വരും? 1,95,000 വരും. ഓക്കെ. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 2 രീതി കാണാം. ഒന്നാമത് നമ്മുടെ അടുത്ത് 90,000 രൂപയാണ് എന്തുള്ളത്? ആ പീരിയഡിലുള്ള പ്രോഫിറ്റ്. അതിൽ 30,000 പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ആണെങ്കിൽ ബാലൻസ് 60,000 എന്ന് പറയാം. അതേസമയം മറ്റൊരു രീതി കാൽക്കുലേറ്റ് ചെയ്യുക. അതെത്രയാണ്? 90,000 എന്ന് പറയുന്നത് ടോട്ടൽ 12 മാസത്താണ്. പോസ്റ്റ് അക്വിസിഷൻ എന്ന് പറയുന്നത് 8 മാസമാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഈ 60,000 എന്ത് ചെയ്യും? കിട്ടും. ഈ 2 രീതിയിലും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇങ്ങനെയും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ എൻ്റെ ഷെയർ എത്ര? 60,000 അയാൾക്ക് 75% ഏക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ 75% കണ്ടു. അതെത്ര? 45,000. ഇതാണ് പ്രോഫിറ്റിൻ്റെ കാര്യം. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങൾ. ഇതൊക്കെ 3,20,000 പ്രീ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മുടെ പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് പോകാനുണ്ട്. പക്ഷേ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് പറയുന്നതിന് മുമ്പായിട്ട് ഗുഡ്വില്ല് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോള്, അതുപോലെ തന്നെ ഇത്തരം ബാർഗെയിനിങ് പർച്ചേസ് വാല്യൂ ഒക്കെ കാണാനുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്ക് വരാം. കാരണം ഈ ഓരോ ടോപ്പിക്കും പരസ്പരം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഏറ്റവും ലോജിക്കലി നന്നാവുക ആദ്യം ഈ ഡിസ്കഷൻ, പിന്നെ നമ്മുടെ എന്താണ് ഗുഡ്വില്ല് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ ഡിസ്കസ് ചെയ്യുക, ശേഷം നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിലേക്കൊക്കെ വരാമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അത്തരം ഡിസ്കഷനൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. ഓക്കെ. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ.